സാമൂന് അറിയത്തില്ല, ഒരു പെണ്ണ് പോവാവുന്നതിന്റെ, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം, അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ച് ഓടും. അങ്ങനെയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്ന ഞാൻ ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. സമു, എന്താന്നറിയാം ഞാൻ പറഞ്ഞത്, വേണ്ട ചേട്ടന്, കാരണം ഇവർക്ക്, നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ, ആ ഒരു പേടി, ആ ഒരു ബഹുമാനം നിങ്ങളടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, എല്ലാരും നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് വെച്ചാലും പറയുന്നത്, കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച്, വണ്ടി വാങ്ങിച്ച്, ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാരെന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ എന്നെ പറയാം. എന്ത് പറഞ്ഞാലും എന്നെ പറയാ, അത്ര തന്നെ. നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു, അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറഞ്ഞാ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തേനാ, അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ, ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നത്. അവരെ മുന്നേ ചില പറഞ്ഞു, ഓ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ല, ഇങ്ങനെയൊക്കെ ഒരു അച്ഛന്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെയുള്ളത്. കയ്യില് പൂത്ത കാശും. കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പം പുറങ്കാലം കൊണ്ട് ചവിട്ടിക്കളയുന്നു. കളയട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ. അച്ഛന് കുറെ കാശ് വേണം, സുഖിക്കണം, വലിയ വണ്ടി നടക്കണം, വലിയ ഫ്ലാറ്റിൽ ജീവിക്കണം. മോക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. 24 മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം. മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം. പിന്നെ കുറെ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇത്രയാണ് അച്ഛന്. അയാൾക്ക് പിന്നെ എന്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. എന്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് അച്ഛൻ. മോള്, അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ. എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല, ഞാൻ സന്തോഷിക്കാൻ പാടില്ല. എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ, എനിക്ക് നിതീഷ് ഒന്ന് വാങ്ങിച്ചു തന്നൂടാ. അവളെയും കൊണ്ട് നടക്കണം. മോള് അങ്ങനെ. പിന്നെ എന്റെ ഭർത്താവ്. ഇതെല്ലാം ഇത് കൊല്ലത്തേ ഉള്ളു സാറേ. എനിക്കറിയാം അവന്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും. അതെനിക്ക് നല്ല ഉറപ്പാ. അവന്റെ പെങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ കണ്ണുകീറിയ കണ്ടൂടാ. അതെനിക്ക് നല്ല ഉറപ്പാ. ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? എന്റെ കുഞ്ഞും അവന്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെങ്കിലും പോയാൽ അന്ന് അവള് പ്രശ്നമാണ്. ഉടനെ അവനെ വിളിപ്പിക്കും. അവൻ ഫ്രണ്ട്സിന്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, എന്റെ മോളുമായിട്ട് പോകരുത്. അതാണ് അവളെ വാശി. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നാത്തു, ഭർത്താവിന്റെ പെങ്ങള്. അവള് അവിടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാ. ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വതിനും ഈ ആങ്ങളെ വേണം. കൊച്ചിനെ സ്കൂളിലാക്കണം, അവക്ക് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ, അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ഈ ആങ്ങളെ വേണം. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അവൾ അച്ഛനോട് ചോദിച്ചു, എന്താണ് അച്ഛ ഇങ്ങനെ ഒരു കാര്യത്തിന് അവളെ ഭർത്താവ് പോകത്തില്ലേ, എല്ലാത്തിനും ഈ നിതീഷുമായി. അപ്പൊ എന്റെ മോളെ കാര്യങ്ങൾക്ക് ആരും പോവും? ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മെയ്ഡിനെ കൊണ്ടുപോകണം. അപ്പൊ അവൾ ഒരു കാര്യത്തിനും എന്റെ മോക്ക് അവനെ വിട്ടുകൊടുക്കില്ല എന്ന് വാശി. ഉപദ്രവിക്കുന്ന ഇപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാനും ഇതെല്ലാം കാണുന്നത് സാറേ. എന്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ കണ്ടിട്ട്. എന്നിട്ട് ഈ അമ്മയെ അറിയിക്കട്ടെ നമ്മള് പറഞ്ഞല്ലോ, അമ്മയെ അറിയിക്കാതെ പോയില്ലേ. ഞാനിത് കണ്ടപ്പോഴാ എന്റെ മോൾ ഇത്രയും സഹിച്ചോന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എന്റെ മോളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു. അവനെ പിന്നെ എല്ലാം സഹിച്ചത് അവനെ
എന്റെ അമ്മ അനുഭവിച്ചത് അവൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതെല്ലാം എൻ്റെ അമ്മയെ അറിയിച്ചാലോ എന്ന് കരുതിയായിരിക്കും. എന്റെ അമ്മയെ വേദനിപ്പിക്കണ്ടെന്ന് എല്ലാവർക്കും വാക്കുകൊടുത്ത് അതായിരിക്കുമല്ലോ ആയിരിക്കും അവള് പറയാതെ പോയത്. ഇത്രയും അനുഭവിച്ചു എന്റെ മോളെ മുടി മുറിച്ച് കളഞ്ഞല്ലോ. അപ്പൊ അവളെ അത്രത്തോളം അവന്റെ പെങ്ങക്ക് കണ്ടുകൂടാ. അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്തല്ല, അവന് വേണ്ടി അല്ല ചെയ്ത്. എനിക്ക് നല്ല പോലെ അറിയാം. അല്ലെങ്കിൽ അവന്റെ കൂടെ എന്റെ മോള് പോകുമ്പോ ഇവക്ക് എന്താ ഇത്രയും ദോഷം? അവളെ ഭർത്താവിന്റെ കൂടെ അവളെവിടെ എല്ലാം പോകുന്നു. എന്റെ മോക്ക് ഒരു പരാതിയോ പരിവോ ആരെയും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എന്റെ മോള്. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു അവള് പഞ്ചപാവമായിരുന്നു സാറേ. നാട്ടിലേക്ക് വരാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് അതും വിജയിച്ചില്ല എന്ന് കേൾക്കുന്നു. ഈ മോളും കുഞ്ഞു അതല്ലയോ സാറേ, എന്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് നിന്നെയും കൊച്ചിനെയും കാണാനൊരു, ഞാൻ അങ്ങോട്ട് പോകാനിരുന്നേ. അപ്പൊ എനിക്ക് വലിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ വന്ന് ഞാൻ അന്നേരം പറഞ്ഞ് അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് അമ്മയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോഴ് അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു മാനസികമായിട്ട് അവളെ മേഡിൻ്റെയൊക്കെ പറഞ്ഞ് എനിക്ക് അമ്മയൊന്ന് കാണാൻ തോന്നുന്നു, അമ്മക്ക് രണ്ടുപേർക്കും കൊച്ചുമായിട്ടൊന്ന് പോവാമെന്നും പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പം കൊച്ചിൻ്റെ ID കാണുന്നില്ല. പിന്നെ നോക്കിയപ്പം കാണാൻ സ്വർണം കാണുന്നില്ല. അപ്പോൾ ID-യും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് അവൻ അങ്ങ് മുങ്ങി. അപ്പോൾ ഇവള് വിളിച്ച് ചോദിച്ചെന്ന് ID ഉണ്ടെങ്കിൽ അവൻ കൊടുത്തില്ല. അതാണ് എൻ്റെ മോളെ ആ പരാജയമായി. അതുകൊണ്ട് എൻ്റെ മോക്ക് എനിക്ക് എൻ്റെ മോക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു സാറേ. അവൻ ഈ ID എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ കേട്ടോ, എൻ്റെ മോളെ എനിക്ക് കാണാമായിരുന്നു. എൻ്റെ മോക്ക് എന്നെ കാണാതല്ലേ സാറേ പോയത്? ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ച് മൂടിപ്പോയത്. പറ്റത്തില്ല സാറേ. ഇവളെ വെറുതെ വിടരുത്. എന്റെ കുഞ്ഞിനെ കല്യാണം അതിന് നല്ലൊരു ജോലി കിട്ടിയത് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞാദ്യം. അവനെ കൊണ്ട് ആ ജോലിയും കളയിച്ച്. ആ പോട്ടെ, എന്റെ മോളെ എവിടെ ചെന്നാലും അവളെ ബുദ്ധി കൊണ്ട് അവക്ക് ജോലി പിന്നെയും കിട്ടി കേട്ടോ. നല്ലൊരു കമ്പനികളിൽ ജോലിയായി കഴിഞ്ഞ അവക്ക് ഭ്രാന്ത് അത് കളയിച്ച്. അവളെ എന്തെല്ലാം ദേഹോപദ്രവം ചെയ്ത് അതും കളയിച്ച് കളഞ്ഞ് എടുത്തില്ല. എന്റെ മോളെ കൊന്നവള് സമാധാനമായി. അവക്ക് സമാധാനമായി സാറേ.